ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സിസിൽ ആൻഡ് ഷാക്ക് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് വെള്ളിമാടുവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. JDT സ്കൂളിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള കുറച്ച് വീടുകളുടെ ഡീറ്റെയിൽസും വീഡിയോസുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് എന്ന് പറയുന്ന സ്ഥലം. കോഴിക്കോട് നിന്ന് സിറ്റിയിൽ നിന്ന് 7 കിലോമീറ്റർ ആണ് വെള്ളിമാടുകുന്നിലേക്കുള്ള ദൂരം. അവിടെ നിന്ന് JDT സ്കൂളിന്റെ അടുത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളോട്ട് വരുന്ന സ്ഥലത്താണ് ഈ 3 വീടും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 3 വീടുകളുണ്ട്. 2 എണ്ണം 4 സെന്റ് സ്ഥലത്തും 1 5 സെന്റ് സ്ഥലത്താണ്. 1650 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിന്റെ 2 വീടുകളും 1800 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂമിന്റെ 5 സെന്റിൽ ഒരു വീടുമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ വീട് 4 സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 സെന്റ് സ്ഥലത്ത് ഇതിന്റെ ഫ്രണ്ടേജ് മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ഇന്റർലോക്ക് ചെയ്തൊരു ഏരിയ ആണിത്. പിന്നെ 2 3 കാറിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഡിസൈൻ ആർക്കിടെക്ട്സ് വരച്ചിരിക്കുന്നത്. കാരണം ഒരു കാർ അങ്ങോട്ട് നിർത്താം, 2 കാർ ഈ സൈഡിലേക്ക് നിർത്താം. പിന്നെ നമുക്ക് കുറച്ച് ഭാവിയിൽ ഷീറ്റ് കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റിന്റെ പീസിലാണ്. സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ ഉള്ളിൽ സാധാരണ വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു നോക്കാം. ഉള്ളിലത്തെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഫ്രണ്ട് ഡോർസ് ഇരുവശത്തേക്ക് തുറക്കുന്ന രീതിയിലുള്ള മരം ഇരുളാണ്. ഇരുളിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഡോർസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. വീടിന്റെ ഉള്ളിൽ എക്കോ പ്രോബ്ലം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. കാരണം നമ്മൾ മാക്സിമം എക്കോ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, എന്നാലും എക്കോന്റെ ചെറിയ പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കുന്നത് കരുതും. അപ്പൊ നമ്മൾ ഉള്ളത് ഇപ്പൊ ലിവിംഗിലാണ്. ലിവിംഗ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ആണ് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറാണ് ടൈൽസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലിവിംഗ് കഴിഞ്ഞ് ഡൈനിങ്ങിലെത്തി ഈ ഒരു ഏരിയയിൽ ഇവിടെയാണ് വാഷ് ബേസിൻ ചെയ്യാൻ പോകുന്നത്. വാഷ് ബേസിൻ ചെയ്യാൻ ഇവിടെ ചെയ്തിട്ടില്ല അവർ, അത് ചെയ്യുന്നതാണ് എന്റെ ഓണർ എന്നോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ വാഷ് ബേസിൻ ചെയ്യും. ഈ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 95% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത് 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. ഇതിൽ ആദ്യത്തെ ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഈ ബെഡ്റൂമിന്റെ സൈസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത സൈസാണ്. ഏകദേശം 300 x 360, 300 x 360 അല്ലെങ്കിൽ 10 x 12 എന്ന ആ സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഉള്ളത്, ഫസ്റ്റ് ബെഡ്റൂം. പിന്നെ അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ ആണ്. കുഴപ്പമില്ലാത്ത ബാത്റൂം സ്പേസ് ഉണ്ട്. ഇതിൽ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യും. എല്ലാം ജോൺസന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്യുക. അതിനുള്ള സാധനങ്ങളൊക്കെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 95% ആണ് ഈ വീട് കംപ്ലീറ്റ് ആയത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സിങ്കും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ കിച്ചന്റെ ടൈലിംഗ് ഒരു വുഡൻ ടൈപ്പ് ടൈലിംഗ് ആണ് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷ് വുഡൻ ടൈപ്പ് ടൈലിംഗ് ആണ് കിച്ചന്റെ ടൈലിംഗ് എല്ലാം ചെയ്തത്. അപ്പൊ നമ്മുടെ ഇവിടെ ഈ സ്ലാബിന്റെ ഏരിയ കംപ്ലീറ്റ് ഗ്രാനൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഈ ഒരു ഏരിയ മൊത്തം ഗ്രാനൈറ്റിലാണ്. പിന്നെ സിങ്ക് വലിപ്പമുള്ള സിങ്ക് പൈപ്പും കാര്യങ്ങളെല്ലാം അവർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓണേഴ്സ്. പിന്നെ ഇതിൽ കിണർ വരുന്നുണ്ട് കേട്ടോ. 3 വീടിനും ഇൻഡിവിജ്വൽ കിണർ, വെൽ വാട്ടർ ആണ്, ഓപ്പൺ വെൽ വാട്ടർ ആണ്. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടുന്ന വെൽ വാട്ടർ ആണ്, ഓപ്പൺ വെൽ വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത്. നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ഹാൻഡ് റെയിൽസ് എല്ലാം കണ്ടില്ലേ, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷ് ഉള്ള വുഡൻ ടൈപ്പ് ടൈലിലാണ് സ്റ്റെപ്പ് മൊത്തം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് നല്ല കറക്റ്റ് കോമ്പിനേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ
അപ്പർ ലിവിംഗ് ഏരിയയിലാണ് ഉള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ കണ്ടില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ലാത്ത സ്പേസ് ഉള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ഈ ബർഗോള ടൈപ്പ് ഡിസൈൻ ആണ്. ഇത് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചം വീടിന്റെ ഉള്ളിലേക്ക് അടക്കും. അതിനൊരു ഗ്ലാസ് അവർ ഫിറ്റ് ചെയ്യും. ഗ്ലാസ്സിന്റെ പൊടിയും കാര്യങ്ങളൊന്നും വരില്ല. ഗ്ലാസോ നെറ്റോ ചെയ്യാറുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ മുകളിൽ 2 ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത്. അതിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഒരു 11x12 എന്ന പ്രപ്പോർഷനിലാണ് ഉള്ളത്. 330x360 എന്ന ആ ഒരു പ്രപ്പോർഷനുള്ള ബെഡ്റൂമാണ്. ഇതിലുള്ള ബാത്റൂം ടൈൽസ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത്. ഇതെല്ലാം മാറ്റ് ഫിനിഷിംഗിലാണ് ഈ ഒരു ബാത്റൂമിന്റെ ടൈൽസിന് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ അതൊക്കെ അവർ ചെയ്തോളൂ. ജോൺസന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്യാറുള്ളത്. ഇതിന്റെ ഓണേഴ്സ് എല്ലാം അറിയിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം. അപ്പൊ മുകളിലെ സെക്കൻഡ് ബെഡ്റൂമിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 11x12 എന്ന പ്രപ്പോർഷൻ, 330x360 എന്ന പ്രപ്പോർഷനുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് മുകളിലുള്ളത്. അതിന് ബാത്റൂം ഏരിയ നോക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് ബാത്റൂമും. ഇത് പക്ഷേ ഒരു ഗ്ലോസി ടൈപ്പ് ഡിസൈൻ ഉള്ള ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി ഏരിയ ഒന്നും കാണാം. ഇതാണ് ബാൽക്കണി ഏരിയ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാൽക്കണി ഏരിയ ഇതിനുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ വെഹിക്കിൾസിനും വരാൻ പറ്റുന്ന ഒരു റോഡാണ്. അപ്പൊ നമുക്ക് ഇനിയുള്ളത് ഇതിൽ ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇവിടെ ഈ ഓപ്പൺ ടെറസ് ഏരിയയും ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഈ ഒരു ഓപ്പൺ ടെറസിന് കൊടുത്തിട്ട് അങ്ങനെ 1650 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂം 4 സെന്റ് സ്ഥലം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വെള്ളിമാടിൽ നിന്ന് JDTന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്താണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ മാധ്യമം പ്രസ് എന്ന സ്ഥലത്ത് നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുള്ളൂ. ഇനി ഒരു വീടും കൂടി ഉണ്ട്. ഇതിൽ ടോട്ടൽ 3 വീടാണ് വരുന്നത്. അതിൽ 2 4 സെന്റിലുള്ള വീടുകൾ 1650 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം ആണ്. ഇത് സെയിം തന്നെയാണ് ആ വീട്. അതുകൊണ്ട് ഞാൻ ആ വീടും കൂടി ഷൂട്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മളിനി 5 സെന്റിന്റെ ഒരു വീടുണ്ട് 1800 സ്ക്വയർ ഫീറ്റ്. അതും 3 ബെഡ്റൂം ആണ്. പക്ഷെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിരിക്കും. 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള 3 വീടുകളാണ് ഈ ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെയുള്ള 3 വീടില് രണ്ടാമത്തെ വീടാണിത്. ഈ വീടും 4 സെന്റില് 1650 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് 3 ബെഡ്റൂം തന്നെയാണ്. ഇതിൽ എലിവേഷനിൽ മാത്രം ചെറിയൊരു മാറ്റേ ഉള്ളൂ. ഇതൊരു സ്ട്രെയിറ്റ് ഡിസൈൻ ആണ്. ഇത് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തുള്ള ഡിസൈനാണ്. പക്ഷെ മുകളിലെല്ലാം സ്ട്രെയിറ്റ് തന്നെയാണ് അതിന്റെ വാർപ്പും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റീരിയൽ ഇനി ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇനി 1800 സ്ക്വയർ ഫീറ്റ് 5 സെന്റിന്റെ ഒരു വീടുണ്ട്. അതിന്റെ ഇന്റീരിയലും കാര്യങ്ങളും ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പം നമ്മുടെ മൂന്നാമത്തെ വീടിന്റെ ഡീറ്റെയിൽസിലേക്കാണ് കിടക്കുന്നത്. ഇത് 5 സെന്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റിന്റെ അടുത്താണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത്. പിന്നെ ഫ്രണ്ട് ഏരിയ കണ്ടല്ലോ, സാധാരണ ആ കഴിഞ്ഞ വീട് കാണിച്ച പോലെ തന്നെ ഇന്റർലോക്ക് ചെയ്ത ഫ്രണ്ട് മിറ്റമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് 5 സെന്റ് സ്ഥലം ഉണ്ടായതുകൊണ്ട് നമുക്ക് കാറുകൾ 2-3 കാർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ബട്ട് ഇതിന് റോഡ് വേറെ തന്നെ സൈഡിലാണ് കേട്ടോ. ആ സൈഡിലുള്ള റോഡ് ആ 2 വീടുകൾക്കും ഇതിന് ഫ്രണ്ടേജ് വേറെ തന്നെ റോഡാണ് വരുന്നത്. അത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, അല്ലെങ്കിൽ വീട് കാണണമെങ്കിലെല്ലാം അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തു തരും. ആദ്യത്തെ വീട് കാണിച്ചതുപോലെ തന്നെ 2 വശത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഇരുൾ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള മരമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ കളർ, നമ്മുടെ വെർട്ടിഫൈഡ് ടൈലിന്റെ കളർ വൈറ്റ് തന്നെയാണ്. ലിവിങ് കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഇപ്പം ഓണേഴ്സ് ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജോൺസൺ തന്നെയാണ് വരുന്നത്. അതിന്റെ ടോയ്ലറ്റ്
പൈപ്പ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ജോൺസന്റെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനം തന്നെയാണുള്ളത്. അപ്പൊ നമുക്ക് ഉള്ളോട്ട് കിടക്കുകയാണെങ്കിൽ ലിവിംഗ് ഡൈനിങ് ഏരിയ, ഒരു സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇതിലും വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാനുണ്ട്. ഈ വീടിന്റെ വർക്ക് 95% ആണ് കഴിഞ്ഞത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഓണേഴ്സ് തന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ 3 ബെഡ്റൂം തന്നെയാണ്. 1800 സ്ക്വയർ ഫീറ്റ് ഉള്ളിലാണ് വരുന്നത്. 5 സെന്റ് സ്ഥലം. താഴത്തെ ബെഡ്റൂം കാണാം. ഈ വീടിന്റെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലാണ് ഞാനിപ്പോഴത്. ഇത് 300x360 എന്ന പ്രപ്പോർഷനിൽ തന്നെ വരുന്ന ബെഡ്റൂംസ് ആണ് ഇവിടെയും വരുന്നത്. പിന്നെ ഉള്ളിൽ ബാത്റൂം ഏരിയ ഒന്നും ഫൈബർ ഡോർസ് ആണ് ബാത്റൂമിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ഡോർസ് ആണ്. പിന്നെ ഉള്ളിൽ ഒരു ഗ്ലോസി ടൈപ്പ് ഡിസൈനുള്ള ടൈൽസ് ആണ്. ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമുക്ക് കിച്ചൺ ഏരിയ ആണ് വരുന്നത്. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വർക്ക് ഏരിയയും കൂടി കൊടുക്കാം. ഇവിടെ കൊണ്ട് വർക്ക് ഏരിയ കൊടുക്കാം. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. ഇതിലും ഇനി പൈപ്പ് ഫിറ്റിംഗ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. പിന്നെ നമുക്ക് ഇതിൽ കിണർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി മുകൾ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ, ഈ സ്റ്റെയർകേസിന്റെ അടിയിലുള്ള ഈ ഏരിയ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മേക്ക് ഓവർ ചെയ്യാം. നമുക്ക് ചെറിയൊരു പ്രയർ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കീപ്പ് ചെയ്യുന്ന സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ ഹാൻഡ് റെയിൽ എല്ലാം സ്റ്റീൽ തന്നെ. നമ്മുടെ സ്റ്റെപ്പിന്റെ ഫ്ലോറിംഗ് എല്ലാം ആന്റി സ്കിഡ് ടൈപ്പ് വുഡൻ ടൈപ്പ് മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് ഇവിടെ വരുന്നത്. ഒരു വുഡൻ ടച്ചാണ് ഈ ഒരു ടൈലിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ബെർഗോള ടൈപ്പ് ഡിസൈൻ ഇപ്പൊ അധികം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെളിച്ചത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബെർഗോള ടൈപ്പ് ഡിസൈൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ മുകളിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലിവിംഗ് അപ്പർ ലിവിംഗ് ഏരിയ, പിന്നെ ഒരു ബാൽക്കണി ഏരിയ, 2 ബെഡ്റൂംസ്, പിന്നെ ഒരു ഓപ്പൺ ടെറസ്. ഇത്രയും സൗകര്യങ്ങളാണ് മുകളിലെ നിലയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ബെഡ്റൂംസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതില് വരുന്ന ഈ സൈസിൽ തന്നെ വരുന്ന 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതെല്ലാം അറ്റാച്ച്ഡ് ആണ്. ഈ 3 വീടുകളുടെ ബെഡ്റൂംസ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതാണ്. ഈ 3 വീടും 3 ബെഡ്റൂംസ് ആണ്. 2 എണ്ണം 4 സെന്റ് സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു. 1 5 സെന്റ് സ്ഥലത്താണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ബാത്റൂമിന്റെ ഡോർ ഫൈബർ ടൈപ്പ് ആണ്. പിന്നെ മാറ്റ് ടൈപ്പ് ഡിസൈനിലുള്ള ടൈൽസ് ആണ് വാളിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ ഈ ഓപ്പൺ ടെറസ് ഏരിയ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ ഉണ്ട്. ഷീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. താഴെ കണ്ടില്ലേ ടൈല് വരുന്നത് ഒരു ആന്റി സ്കിഡ് ടൈപ്പ് ടൈൽ തന്നെയാണ്. മാറ്റ് ഫിനിഷ് ടൈല് വരുന്നത്. ഇനി നമുക്ക് ഇനി ബാൽക്കണി ഏരിയ മാത്രമേ കാണാനുള്ളൂ. നമുക്കിനി ബാൽക്കണി ഏരിയ ഒന്ന് നോക്കാം. പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കണ്ടില്ലേ നല്ല പച്ചപ്പും കാര്യങ്ങളും ഉള്ള നല്ലൊരു ഗ്രീനറി ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും. ചെറിയൊരു ബാൽക്കണി ഏരിയ ആണ്. അപ്പം വലിയ ശല്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ വീടോ കാര്യങ്ങളോ ഒന്നും വരാനുമില്ല. മുന്നിൽ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡും ഇതിൽ പോകുന്നുണ്ട്. അപ്പൊ ഇത് ഈ റോഡ് നേരെ കണ്ടിന്യൂ ചെയ്യുന്നത് 350 മീറ്ററിൽ നമ്മുടെ വയനാട് റോഡിലേക്ക് ടച്ച് ചെയ്യുക. മാധ്യമം പ്ലസ് എന്ന് പറയും. ഏകദേശം വെള്ളിമാടുന്ന സൈഡിലുള്ള വയനാട് റോഡിലേക്കാണ് ഈ 350 മീറ്റർ പോയാൽ ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ച ഈ 3 വീടിന്റെയും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വീടിന്റെ പ്രൈസ് അറിയാൻ വേണ്ടി കാത്തിരിക്കാന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിന് ഈ ഒരു ഏരിയയിൽ ലാൻഡ് വാല്യൂ വരുന്നത് 6 to 7 lakhs ആണ്. പിന്നെ 1800 സ്ക്വയർ ഫീറ്റ് 5 സെന്റിലുള്ള വീടും പിന്നെ 1650 സ്ക്വയർ ഫീറ്റിൽ 4 സെന്റിലുള്ള 2 വീടുകളാണ്. അപ്പൊ അതിന് പ്രൈസ് ഓണേഴ്സ് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 65 lakhs ആണ്. 3 ബെഡ്റൂം 4 സെന്റിലുള്ള വീടിന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. പിന്നെ ഈ ഒരു വീടിന് നമ്മളിപ്പോൾ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത വീട് 1800 സ്ക്വയർ ഫീറ്റ് എടുത്ത 5 സെന്റിലുള്ള വീടിന് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 75 lakhs ആണ്. നെഗോഷ്യബിൾ ആണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട വീടുകൾ ആർക്കെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ 3 വീടിന്റെ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഗാലറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യത്യസ്തമായ കാറ്റഗറിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ ട്രാവൽ വീഡിയോസ് ഉണ്ടാവാറുണ്ട്, വെഹിക്കിൾസ് റിവ്യൂസ് ഉണ്ടാവാറുണ്ട്, പിന്നെ വ്യൂവേഴ്സിന് ഉപകാരപ്പെടുന്നു തോന്നുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും സിസിൽ ഷാക്ക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.